الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ അഭിവന്യരായ SKICRലെ പ്രിയപ്പെട്ട ഉസ്താദുമാർ, അഭിവന്യരായ സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് പറയാനും അത് കേൾക്കാനും അത് ജീവിതത്തിൽ ഉപകാരപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ പുറത്തു ലഭിക്കുന്നതിനും ശിഷ്ടകാലം അവന്റെ പൊരുത്തത്തിൽ ജീവിക്കുന്നതിനുമൊക്കെ നിമിത്തമായ സംഗമമായി അള്ളാഹു ഉയർത്തുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം നമുക്കും വേണ്ടപ്പെട്ടവർക്കും ആഫിയത്തോടെ അവന്റെ താഴത്തിലായി ജീവിച്ചു മരിക്കൽ ഖൈറാവുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. തത്തിമ്മത്ത്, ഇതൊരു പൂർത്തീകരണമാണ്. തത്തിമ്മത്തുൻ, ഇതൊരു പൂർത്തീകരണമാണ്. നമുക്ക് എടുക്കേണ്ട ഭാഗം അവിടെ നിന്നാണ്. തത്തിമ്മത്തുൻ, ഇതൊരു പൂർത്തീകരണമാണ് എന്ന് പറഞ്ഞാൽ നജസിനെ കുറിച്ച് ഏകദേശം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോ നജസിന്റെ ബാബിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആദ്യം മത്തിനെ എഴുതിയപ്പോൾ, മൂലഗ്രന്ഥം എഴുതിയപ്പോൾ അതിൽ കൃത്യമായി നജസിനെ കുറിച്ച്, നജസ് മലമൂത്ര വിസർജന ശുദ്ധീകരണത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ശർഹ് എഴുതിയ ബഹുമാനപ്പെട്ട മഹാൻ ആരാണ്? ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥത്തിന്റെ ശർഹ് എഴുതിയ ആൾ എന്ന ചോദ്യം കാലങ്ങളായി ചോദിച്ചിട്ട്, അതുകൊണ്ട് ചോദിക്കുന്നു. നിങ്ങളിൽ പലരും ഓർമ്മയിലുണ്ടാകും, എന്നാലും ഓർമ്മയെ അല്പം പരിശോധിക്കാമെന്ന ലക്ഷ്യത്തോടെ ചോദിക്കുന്നു. നമ്മുടെ ഈ ഗ്രന്ഥത്തിന്റെ മൂലഗ്രന്ഥവും അതുപോലെ ശർഹ് എഴുതിയ ആൾ ആരാണെന്നാണ് ചോദ്യം. നമ്മൾ ഓരോന്ന ഗ്രന്ഥത്തിന്റെ ശർഹ് എഴുതിയ മത്ൻ എഴുതിയ ആളോ സൈനുദ്ദീൻ മഖ്ദൂം എന്ന് ബഹുമാനപ്പെട്ട അബ്ദുള്ള സാഹിബ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മത്ൻ എഴുതിയ ആളോ, ശർഹ് എഴുതിയ ആൾ സൈനുദ്ദീൻ മഖ്ദൂം, വ്യാഖ്യാനം എഴുതിയ ആൾ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ, മത്ൻ എഴുതിയതോ മൂലഗ്രന്ഥം എഴുതിയ ആൾ രണ്ടും ഒരാൾ. അതെ, ശരിയാണ്, ഓർമ്മ നന്നായിട്ടുണ്ട് അല്ലെ? രണ്ടും ഒരാൾ തന്നെയാണ്. മത്നും ശർഹും ഒരാൾ തന്നെ എഴുതിയതാണ്. ഏകദേശം ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾക്കൊക്കെ ഓർമ്മയുണ്ടെന്ന് മനസ്സിലാവും. ഏതായാലും മത്നിൽ ഏതായാലും വിട്ടുപോയി, ഏതായാലും ശർഹിൽ പൂർത്തീകരിച്ച് പറയാണ് തത്തിമ്മത്ത്. യജിബുൽ ഇസ്തിൻജാഉ, ശുദ്ധീകരണം നിർബന്ധമാണ്, ശുദ്ധി വരുത്തൽ നിർബന്ധമാണ്. മിൻ കുല്ലി ഖാരിജിൻ, പുറത്തു വന്ന ഏത് വസ്തുവിനെ തൊട്ടും. പുറത്തു വന്നെന്ന് പറഞ്ഞാൽ മൂത്രദ്വാരങ്ങളിലൂടെ പുറത്തു വന്ന ഏതു വസ്തുവിനെ തൊട്ടും മനോഹരിക്കൽ, ശുദ്ധീകരിക്കൽ നിർബന്ധമാണ്. പുറത്തു വന്ന എല്ലാ വസ്തുക്കളെ തൊട്ടും നിർബന്ധമില്ല. മുലവ്വിസി, നനവോടുകൂടി പുറത്തു വന്ന ഏതു വസ്തു കാരണമായിട്ടും മലമൂത്ര വിസർജന ശേഷം ശുദ്ധീകരിക്കൽ നിർബന്ധമാണ്. മലദ്വാരത്തിലൂടെ നനവുള്ള കല്ല് പുറത്തു വന്നാലും, കാഷ്ടം തന്നെ വരണമെന്നില്ല, നനവുള്ള കല്ല് പുറത്തു വന്നാലും, അല്ലെങ്കിൽ നമ്മളൊരു അരിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗോതമ്പോ വിഴുങ്ങി, അല്ലെങ്കിൽ ഒരു കോട്ടി വിഴുങ്ങി, എന്തു തന്നെയാണെങ്കിലും അത് നനവോടുകൂടിയാണ് മലമൂത്ര ദ്വാരത്തിലൂടെ പുറത്തു വന്നതെങ്കിൽ ശുദ്ധീകരിക്കൽ നിർബന്ധമാണ്. യജിബുൽ ഇസ്തിൻജാഉ, ശുദ്ധീകരിക്കൽ നിർബന്ധമാണ്. മിൻ ഖാരിജിൻ മുലവ്വിസ്, നനവുള്ള പുറത്തു വന്ന ഏത് വസ്തുവിനെ തൊട്ടും. എന്തുകൊണ്ട് ശുദ്ധീകരിക്കണം? ബിമാഇൻ, വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കൽ നിർബന്ധമാണ്. വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കൽ നിർബന്ധമാണ്. വയക്ഫീ ഫീഹി, എന്നാൽ ആ ശുദ്ധീകരണത്തിൽ മതിയാകും. വയക്ഫീ ഫീഹി, ആ ശുദ്ധീകരണത്തിൽ മതിയാകുന്നതാണ്. ഒലബത്തു വന്നി സവാലിൻ നജാസത്തി, നജസ് നീങ്ങി എന്ന മികച്ച ധാരണ എന്ന് പറഞ്ഞാൽ, നമ്മൾ മലമൂത്ര വിസർജനം ചെയ്ത് ശുദ്ധീകരിക്കുമ്പോൾ ശുദ്ധിയായോ ഇല്ലേ എന്ന് എങ്ങനെ ഉറപ്പിക്കാം? അതിനുള്ള മാനദണ്ഡം, ശുദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ബോധ്യപ്പെടും ശുദ്ധിയായി എന്ന്. ശുദ്ധിയായി എന്ന ഉറപ്പ് അത്യാവശ്യമില്ല, ശുദ്ധിയായി എന്ന മികച്ച ധാരണ മതിയാകും. വയക്ഫീ ഫീഹി, ആ ശുദ്ധിയായി എന്നതിൽ ഇസ്തിൻജായിൽ മതിയാകുന്നതാണ്
വലബത്തു ലന്നി സവാലിൻ നജാസത്തി, നജസ് നീങ്ങി എന്നതിന്റെ മികച്ച ധാരണ. വലബത്തുൽ ലന്നി എന്നാണ് പൊതുവെ പറയുക. അത് ഏകദേശം ഒരു 80-90% ശുദ്ധിയായി ഉറപ്പുവരിക. 100% എന്ന ഉറപ്പ് ലഭിക്കണമെന്നില്ല, മറിച്ച് 90% ശുദ്ധിയായി എന്ന ധാരണ വന്നാൽ ആ ധാരണ കൊണ്ട് നമുക്ക് ശുദ്ധിയായി എന്ന് കരുതാവുന്നതാണ്. വയക്ഫി ഫീഹി, ആ ഇസ്തിൻജായിൽ മതിയാകുന്നതാണ്. ഗലബത്തു ലന്നി സവാലിൻ നജാസത്തി, നജസ് നീങ്ങി എന്ന മികച്ച ധാരണ. മലയാളത്തിൽ പൊതുവെ അർത്ഥം വെക്കുന്ന പ്രയോഗമല്ല, വലബത്തുൽ ലന്നി തന്നെയാണ് ഉസ്താദുമാരൊക്കെ പറയാ. എന്ന് പറഞ്ഞാൽ മികച്ച ധാരണ എന്ന് പറഞ്ഞാൽ ഭാവിച്ചാൽ പോരാ, ഒരു ഏകദേശം 90% ഉറപ്പുണ്ട്. വളരെ കുറഞ്ഞ ചെറിയൊരു സംശയം ബാക്കിയാലും കുഴപ്പമില്ല എന്നർത്ഥം. സംശയം എന്ന് പറയാൻ പറ്റൂല, ചെറിയൊരു ധാരണ ബാക്കിയുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന് വെക്കുമ്പോൾ വലാ യുസന്നു ഹൈന ഇതിൻ, ഈ സന്ദർഭത്തിൽ അത്തരം സന്ദർഭത്തിൽ സുന്നത്തില്ല. മലമൂത്ര വിസർജനം ശുദ്ധിയായോ എന്ന് ഉറപ്പിക്കാൻ സുന്നത്തില്ല. ശമ്മു യദിഹി, അവന്റെ കൈ മണത്തു നോക്കൽ. കൈ മണത്തു നോക്കേണ്ട ആവശ്യങ്ങളില്ല എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജന സ്ഥലം ശുദ്ധിയായില്ലെങ്കിൽ എന്റെ കൈയും ശുദ്ധിയാകുമല്ലോ എന്നതിലേക്ക് കൈയൊന്നും മണത്തു നോക്കേണ്ടതൊന്നുമില്ല. വലാ യുസന്നു ഹൈന ഇതിൻ, ആ സന്ദർഭത്തിൽ സുന്നത്തില്ല. ശമ്മു യദിഹി, അവന്റെ കൈ മണത്തു നോക്കൽ സുന്നത്തൊന്നുമില്ല. വയംബഗി, അത്യാവശ്യമാണ്. അൽ ഇസ്തിർഖാഉ, താഴ്ത്തിയിടൽ എന്ന് പറഞ്ഞാൽ രണ്ട് മലമൂത്ര വിസർജനങ്ങളെ കനത്തോടെ കട്ടിയോടെ പിടിച്ച് നിർത്താതെ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇസ്തിർഖ എന്ന് പറഞ്ഞാൽ താഴ്ത്തിയിടുക എന്നർത്ഥം വെക്കാം. അതായത് ഇസ്തിർഖ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനത്തെ കട്ടിയോടെ വളരെ ജിമ്മ് പിടിക്കുന്നത് പോലെ, ഗുസ്തി പിടിക്കുന്നത് പോലെ എന്ത് ചെയ്യരുത്, മലമൂത്ര വിസർജന സമയത്ത് ഇരിക്കരുത്. വയംബഗിൽ ഇസ്തിർഖാഉ, താഴ്ത്തിയിടൽ അത്യാവശ്യമാണ്, നിർബന്ധമാണ്. ഗുസ്തി പിടിക്കുന്നത് പോലെ ഇരുത്തം ഇരുന്നാൽ ഒരുപക്ഷെ മലമൂത്ര വിസർജനം എല്ലാ ഭാഗത്തേക്ക് എത്തിയൂല. അതുകൊണ്ടാണ് വയംബഗിൽ ഇസ്തിർഖാഉ, താഴ്ത്തിയിടൽ അത്യാവശ്യമാണ്. അല്ല, അതായത് നിർബന്ധമാണ്. യംബഗി എന്ന പ്രയോഗം നിർബന്ധമാണെന്നതിനും ഉപയോഗിക്കാറുണ്ട്, സുന്നത്താണെന്നതിനും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഉപയോഗിച്ചത് നിർബന്ധത്തിനാണെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് മറ്റു കിതാബുകളൊക്കെ പറയുന്നത്. വയംബഗിൽ ഇസ്തിർഖാഉ, താഴ്ത്തിയിടൽ നിർബന്ധമാണ്. കാരണം ലിഅല്ലാ യബ്ഖാ അസറുഹാ ഫീ തളാഇഫി ശർജിൽ മഖ്അദത്തി, ചന്തിയുടെ ചുരുളുകളുടെ, ചന്തിക്കെട്ടിന്റെ ചുരുളുകളിൽ അതിന്റെ അടയാളം ശേഷിക്കാതിരിക്കാൻ വേണ്ടി, ലിഅല്ലാ യബ്ഖാ, ശേഷിക്കാതിരിക്കാൻ വേണ്ടി, അസറുഹ, മലമൂത്ര വിസർജനത്തിന്റെ നജസിന്റെ അടയാളം, അതിന്റെ അടയാളം ശേഷിക്കാതിരിക്കാൻ വേണ്ടി ഈ തളാഇഫി ശർജിൽ മഖ്അദത്തി, ശർജിൽ മഖ്അദത്തി, ചന്തിക്കെട്ടിന്റെ ചുരുള്, ഈ ചന്തിക്കെട്ടിന്റെ വളയങ്ങളുടെ ഇരുളുകളിൽ, തളാഇഫ് എന്ന് പറഞ്ഞാൽ പരസ്പരം ഇടുങ്ങി നിൽക്കുന്ന ഭാഗം എന്താ പറയാ, അതായത് ചുരുളുകൾ. അതെ, തളാഇഫി ശർജിൽ മഖ്അദത്തി അങ്ങനെ അർത്ഥം വെക്കാം. അല്ലാ യബ്ഖാ അസറുഹ, അതിന്റെ അസർ ശേഷിക്കാതിരിക്കാൻ വേണ്ടി, ഈ തളാഇഫി ശർജിൽ മഖ്അദത്തി, ചന്തിയുടെ വൃത്തത്തിന്റെ ചുരുളുകളിൽ ശേഷിക്കാതിരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ സ്ത്രീകളുടേതാകുമ്പോൾ മുൻദ്വാരത്തിന്റെയും പ്രശ്നം തന്നെയാണ്. ഏതായാലും അത്തരം ചുരുളുകളിലൊന്നും നജസിന്റെ അടയാളം ശേഷിക്കാതിരിക്കാൻ വേണ്ടി അതിന് താഴ്ത്തിയിടണം, ഗുസ്തി പിടിച്ചിരിക്കരുത് എന്നർത്ഥം. ഏതായാലും വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കൽ നിർബന്ധമാണ്. വെള്ളം കൊണ്ട് മാത്രമല്ല, ഔ ബി സലാസി മസഹാത്തി, അല്ലെങ്കിൽ 3 തടവലുകൾ കൊണ്ടും, ഔ ബി സലാസി മസഹാത്തിൻ, 3 തടവലുകൾ കൊണ്ട്. എങ്ങനെയുള്ള എന്ന് പറഞ്ഞാൽ കല്ല് പോലുള്ള ഉറച്ച വസ്തുക്കളെ കൊണ്ടൊക്കെ ശുദ്ധീകരിക്കാമെന്നല്ലോ. അങ്ങനെയാകുമ്പോൾ 3 തടവലുകൾ. എങ്ങനെയുള്ള തടവുകളാണ്? തഅമ്മുൽ മഹല്ല, ആ സ്ഥലത്തെ പൂർണ്ണമാക്കുന്ന. ഓരോ തടവലുകളും എല്ലാ സ്ഥലത്തും എത്തിച്ചേർക്കണം. തഅമ്മുൽ മഹല്ല, മഹല്ലിനെ വ്യാപകമാക്കുന്ന 3 തടവലുകളുണ്ട്. ഈ കുല്ലി മറത്തിൽ ഓരോ പ്രാവശ്യവും 3 തടവൽ തടവണം. 3 പ്രാവശ്യത്തിലെ ഓരോ പ്രാവശ്യവും എന്ത് ചെയ്യണം? ആ മലമൂത്ര വിസർജനത്തിന്റെ എല്ലാ സ്ഥലത്തെയും ഉൾക്കൊള്ളിക്കുകയും വേണം. ഏതോടുകൂടി തങ്കയത്തിന് ശുദ്ധീകരിക്കലോടുകൂടി, ശുദ്ധിയാവലോടുകൂടി 3 തടവൽ. ശുദ്ധിയായിട്ടില്ലെങ്കിൽ 3 അല്ല 5, 7 ഒക്കെ പോകേണ്ടി വരും. തങ്കയത്തിൽ ശുദ്ധീകരിക്കലോടുകൂടി. എന്തുകൊണ്ടാണ് തടവേണ്ടത്? വിജാമിദ്, ഉരമുള്ള വസ്തു കൊണ്ട്. വിജാമിദ്, ഉറച്ച വസ്തു കൊണ്ട്, ദ്രാവകമായ വസ്തുക്കളെ കൊണ്ടല്ല. വിജാമിദിൻ, ഉറച്ച കരം വസ്തുക്കളെ കൊണ്ട്. കാലിൻ, നജസിനെ വലിച്ചെടുക്കാൻ പറ്റിയ കരവായ വസ്തുക്കളെ കൊണ്ട്
ശുദ്ധീകരിക്കലോടുകൂടി 3 തടവലുകൾ കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കൊണ്ടോ നനവുള്ള പുറത്തു വന്ന മലമൂത്ര വിസർജന ദ്വാരത്തിലൂടെ പുറത്തു വന്ന സർവ്വതിനെ തൊട്ടും ഇസ്തിൻജാ ചെയ്യൽ നിർബന്ധമാണ്. നമുക്കൊക്കെ അറിയാവുന്നൊരു വിഷയമാണ്, കൂടുതലൊന്നും പറയേണ്ടതില്ല എന്നാണ് മനസ്സിലാകുന്നത്, അല്ലെ? ഏകദേശം എല്ലാവർക്കും അറിയുന്ന, നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇസ്തിൻജാ നിർബന്ധമാണ്. മിൻ ഖാരിജിൻ മുലവ്വിസിൻ, നനവുള്ള ഏതൊരു വസ്തുവിനെ തൊട്ടും. അപ്പോൾ ഒരു പുഴു നമ്മുടെ മലദ്വാരത്തിലൂടെ കൃമികൾ വരും. നനഞ്ഞ കൃമിയാണെങ്കിൽ ആ നനഞ്ഞ കൃമി വന്നതിന്റെ പേരിലും എന്ത് ചെയ്യണം? മലമൂത്ര വിസർജന ശുദ്ധീകരണം നിർവഹിക്കണം. നനവുള്ള ഏത് വസ്തു വന്നാലും ശുദ്ധീകരണം നിർബന്ധമാണ്. അതേസമയത്ത് ശുദ്ധിയായി ഉറപ്പുവരുത്താനുള്ള മാർഗം കൂടുതൽ അവിടെ പരുതൊന്നും വേണ്ട, ഏകദേശം ശുദ്ധിയായി എന്നുള്ളൊരു വകുപ്പ്. എന്നാലും ശുദ്ധിയായി എന്നതിന്റെ മാർഗം മഹാന്മാരൊക്കെ പറയുന്നത്, പുരുഷനാകുമ്പോൾ മലമൂത്ര വിസർജനം ചെയ്താൽ ആ ഭാഗത്തൊരു നൈർമല്യം രൂപപ്പെട്ടു വരും, ഒരു മിനുസം. ആ മിനുസം നീങ്ങി ഉറച്ച രൂപത്തിലേക്ക് എത്തിയാൽ ശുദ്ധിയായി എന്നും, അതേപ്രകാരം സ്ത്രീകളിലാണെങ്കിൽ നേരെ തിരിച്ചുമായിരിക്കും. ഉറച്ചത് ബോധ്യപ്പെട്ടാൽ ഉരം വന്നു കഴിഞ്ഞാൽ ആ ഉരം നീങ്ങിക്കിട്ടണമെന്നുമാണ് പണ്ഡിതന്മാരൊക്കെ അതിന് അടയാളമായി പറഞ്ഞത്. ഏതായാലും നജസ് നീങ്ങി ഉറപ്പിക്കാനുള്ള പൂർണ്ണ 100% ഉറപ്പ് വേണ്ടതില്ല. മറിച്ച് വലപത്തുള്ളെന്ന പൊതുവെ പറയപ്പെടാറുള്ള ഏകദേശം 90% ധാരണ, 90-95% മികച്ച ധാരണ ഉണ്ടെങ്കിൽ അത് മതിയാകും. കൈയൊന്നും മണപ്പിക്കലൊന്നും പ്രത്യേകം സുന്നത്തൊന്നുമില്ല. അതോടൊപ്പം മലമൂത്ര വിസർജനം ചെയ്ത് ശുദ്ധീകരിക്കുമ്പോൾ ഒന്ന് ലൂസാക്കിയിടൽ, ഇസ്തിർഹാൻ ഒറ്റടിക്ക് പറഞ്ഞ ലൂസാക്കിയിടാൻ അർത്ഥം വെക്കാം. നേരത്തെ വെച്ചത് താഴ്ത്തിയിടുക, അതായത് ലൂസായി ഇടണം. കാരണം ചുരുളുകളിലും മറ്റുമൊന്നും നജസിന്റെ അടയാളം ശേഷിക്കാതിരിക്കാൻ വേണ്ടി. അപ്പം ഒന്നുകിൽ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ 3 തടവലുകളെ കൊണ്ട്. 3 തടവലാകുമ്പോൾ എന്തായിരിക്കണം? ഉരമുള്ള ജാമിതായ ഉറച്ച വസ്തുവായിരിക്കണം, കരപദാർത്ഥമായിരിക്കണം, കാലി നജസിനെ വലിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ ആ രൂപത്തിലുള്ള വസ്തുക്കളെ കൊണ്ടൊക്കെ ശുദ്ധീകരിക്കാവുന്നതാണ്. വയുന്തവു, അവർ നിർബന്ധമായ ബാധ്യത പറഞ്ഞു മലമൂത്ര വിസർജനത്തിൽ. ഇനി വയുന്തവുലി ദാഖിലിൽ ഖലാഇ, മലമൂത്ര വിസർജന സ്ഥലത്ത് പ്രവേശിക്കുന്നവന് സുന്നത്താണ്. ഖലാ എന്നൊരു പ്രയോഗം നമ്മളൊക്കെ നടത്തുന്ന ഒന്നായിരിക്കും. നമുക്ക് പൊതുവെ മലയാളം കക്കൂസ് എന്ന് പറയുമ്പോൾ ഒരു മോശത്തരം ഇല്ലാതാവാൻ ഖലാ എന്ന് പറയലേക്ക് ഒന്നുകൂടി. നമ്മളൊക്കെ ഇന്നിപ്പോ ടോയ്ലറ്റ് എളുപ്പത്തിൽ പറയും, അതിനേക്കാൾ കൂടി ഖലാ എന്ന് പറഞ്ഞാൽ ക്ലിയറായ പദമാണ്. കാരണം ഖലാ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുന്ന സ്ഥലം എന്നാണ്. ഖലാ ശരിക്കും ഒറ്റപ്പെടുക എന്ന അർത്ഥത്തിൽ വരുന്നത്. അപ്പം മലമൂത്ര വിസർജനം ഒറ്റപ്പെട്ടതായിരിക്കും, അതുകൊണ്ടാണ് ഖലാ എന്ന് വന്നതും. അപ്പൊ ഏതായാലും ഖലാഇന് ഉദ്ദേശിക്കുന്നവന് സുന്നത്താക്കപ്പെടും. യുഖദ്ദിമ യസാറഹു, അവന്റെ ഇടത്തെ കാലിനെ മുന്തിക്കൽ. മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് കയറുമ്പോൾ ഇടത്തെ കാലിനെ മുന്തിക്കൽ സുന്നത്താണ്, നമുക്കൊക്കെ അറിയാം. യമീനഹു, വലത്തെ കാലിനെ മുന്തിക്കൽ സുന്നത്താണ്. ലിൻസിറാഫി, അവിടെ നിന്ന് വിരമിക്കുമ്പോൾ, ഖലായിൽ നിന്ന് വിരമിക്കുമ്പോൾ വലത്തേതിനെയും ഖലായിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇടത്തേതിനെയും മുന്തിക്കൽ സുന്നത്താണ്. കാരണം ഖലാ അത് ശൈത്താന്റെ പള്ളിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്, അല്ലെ? ശൈത്താന്റെ പള്ളിയാണ് ഖലാ. അതുപോലെ മാത്രമല്ല മഅ്വ ശയാത്തീൻ, ശൈത്താന്റെ കേന്ദ്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രികാലങ്ങളിൽ ഖലായിൽ പ്രവേശിക്കാറില്ല എന്നും, കാരണം അത് മഅ്വ ശയാത്തീനാണ്, ശൈത്താൻ വല്ലാതെ പരന്നു കിടക്കുന്ന സമയമാണെന്നൊക്കെ ചില ഹദീസിന്റെ ശറഹുകളിലും കിതാബുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏതായാലും ആ നിലക്ക് അപ്പം ശൈത്താന്റെ കേന്ദ്രമായതുകൊണ്ട് ശൈത്താന്റെ കേന്ദ്രത്തിലേക്ക് കടക്കുമ്പോൾ ചെയ്യേണ്ടത് ഇടത്തെ കാല് മുന്തിക്കലാണ്. നമ്മൾ അങ്ങാടിയിലേക്ക് കടക്കുമ്പോൾ മുന്തിക്കാൻ പറഞ്ഞതുപോലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇടത്തെ കാല് മുന്നോട്ട് വെക്കണം. അത് ഹജ്ജിനാണെങ്കിലും ഉംറക്കാണെങ്കിലും ഒക്കെ വെക്കേണ്ടത് ഇടത്തെ കാലാണ്. കാരണം പുറത്തിറങ്ങുന്നത് മോശമായ സ്ഥലത്തേക്കാണ്, അങ്ങാടിയിലേക്കാണ്. അങ്ങാടി വളരെ മോശമാണ്. അപ്പൊ ആ നിലക്ക് ഏതായാലും അതുകൊണ്ട് മോശമായ സ്ഥലം എന്ന നിലയിൽ ഖലായിൽ പ്രവേശിക്കുമ്പോൾ സുഹൃത്തുക്കളെ 5 മിനിറ്റ് പ്രശ്നം വരും, ഞാൻ പെട്ടെന്ന് ക്ലിയർ ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോ വയുന്തബുലി ദാഖിലിൽ ഖലാഇ, ഖലാഇൽ പ്രവേശിക്കുന്നവന് സുന്നത്താണ് അൻ യുഖദ്ദിമ യസാറഹു, അവന്റെ ഇടത്തെ കാലിനെ മുന്തിക്കൽ, യമീനഹു, വലത്തേതിനെ മുന്തിക്കൽ, ലിൻസിറാഫിഹി, ഖലായിൽ നിന്ന് വിരമിക്കുന്ന സന്ദർഭത്തിൽ, ബി
മസ്സിൽ മദീനയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത്തേതിനെയും ഇറങ്ങുമ്പോൾ ഇടത്തേതിനെയും മുന്തിക്കൽ സുന്നത്തായതുപോലെ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും വിട്ടുപോകാറുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഒന്ന് നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വയൻഹനിയ വയുനഹിയ അങ്ങനെയല്ലേ ഉള്ളതല്ലേ? വയുനഹിയ അവൻ നീക്കലും സുന്നത്താണ്. വയുനഹിയ അവൻ നീക്കലും സുന്നത്താണ്. മാ അലൈഹി മുഅല്ലമ ആദരിക്കപ്പെടുന്ന വസ്തുവുള്ള വല്ലതുമുണ്ടെങ്കിൽ അത് നീക്കലും. വയുനഹിയ അവൻ നീക്കലും സുന്നത്താണ്. മാ ഒരു വസ്തുവിന് അലൈഹി ആ വസ്തുവിന്മേലുണ്ട് മുഅല്ലമുൻ ആദരിക്കപ്പെടുന്ന കാര്യം. ആദരിക്കപ്പെടുന്ന വസ്തുവുള്ള വല്ലതുമുണ്ടെങ്കിൽ അത് നീക്കലും സുന്നത്താണ്. ആദരിക്കപ്പെടുന്നതെന്ന് പറഞ്ഞാൽ മീൻ ഖുർആൻ കൈവശമുണ്ട്, വസ്മി നബിയൻ പ്രവാചകന്റെ പേരുണ്ട്, ഔ മലക്കിൻ അല്ലെങ്കിൽ മലക്കിന്റെ പേരുണ്ട്, വലൗ മുസ്തരിക്കൻ അത് ഒരു നല്ല മനുഷ്യന്മാരുടെ പേരും അതുപോലെ മലക്കിന്റെ പേരും അല്ലെങ്കിൽ നബിയുടെ പേരും ഒക്കെയുള്ള ഒരു മറ്റു പലരുടെയും പേരുള്ള ഒരു പേരാണ്. ഏതുപോലെ അസീസ്, അഹ്മദ്, നമ്മളൊരാളുടെ പേരാണ് അസീസ് അല്ലെ മറ്റൊരാളുടെ പേരാണ് അഹ്മദ്, അങ്ങനെയുള്ള പേരാണെങ്കിൽ പോലും എപ്പോൾ ഇൻ ഖുസിബ ബിഹി മുഅല്ലമുൻ അതുകൊണ്ട് ആദരിക്കപ്പെട്ടതിനെ ഉദ്ദേശിക്കപ്പെട്ടാൽ ആദരണീയനായ ആളുകളുടെ പേരുകൾ, അത് മഹാന്മാരായ പ്രവാചകന്മാരുടെ നാമം, മലക്കിന്റെ നാമം, ഖുർആൻ അതുപോലെ മറ്റു ഗ്രന്ഥങ്ങൾ, സുന്നത്ത്, ഹദീസ് പോലുള്ള വിഷയങ്ങൾ ഒക്കെ ഉള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ നീക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം. വയുനഹിയ നീക്കലും സുന്നത്താണ്. മാ ഒന്ന് അലൈഹി ആ ഒന്നിന്മേലുണ്ട് മുഅല്ലമുൻ ആദരിക്കപ്പെടുന്ന വിഷയം. എന്തിനാൽ മിൻ ഖുർആനിൻ ഖുർആനിനാൽ, വസ്മി നബിയൻ പ്രവാചകന്റെ നാമത്തിനാൽ, ഔ മലക്കിൻ മലക്കിന്റെ നാമത്തിനാൽ, വലൗ മുസ്തരിക്കൻ അത് മറ്റുള്ളവരുമായി കൂറായതാണെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ മറ്റു പലർക്കും ഉള്ള നാമമാണെങ്കിലും അസീസ് പോലെ അഹ്മദ് പോലെ ഇൻ ഖുസിദ ബിഹി മുഅല്ലമുൻ അതുകൊണ്ട് ആദരിക്കപ്പെടുന്നതാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, അല്ലാതെ ഒരു സാധാ ഒരു അഹ്മദിന്റെ പേരെഴുതിയാൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. മുഅല്ലമാണ് മഖ്സൂദെങ്കിൽ ആദരിക്കപ്പെടുന്ന വസ്തുവാണ് ലക്ഷ്യമെങ്കിൽ അവിടെ എഴുതിയത് എടുക്കാൻ പാടില്ല. വയസ്കുത്ത അവൻ മൗനം പാലിക്കലും സുന്നത്താണ്. ഹാല ഖുറൂജി ഖാരിജി പുറപ്പെടുന്ന വസ്തു പുറപ്പെടുന്ന സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം നിർവഹിച്ചുകൊണ്ടിരിക്കവേ, അവിടെ ഇരിക്കുന്ന സമയം മാത്രമല്ല മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ടിരിക്കവേ ഖാരിജ് ഖുറൂജ് ചെയ്യുന്ന സന്ദർഭത്തിൽ മൗനം പാലിക്കലും പ്രത്യേകം സുന്നത്താണ്. വലവൻ ഗൈരി ദിക്റല്ലാത്തതിന് തൊട്ടാണെങ്കിലും എന്ന് പറഞ്ഞാൽ ദിക്റല്ലാത്തതാണെങ്കിലും ഒരു വർത്തമാനവും പറയാതിരിക്കലാണ് അത്തരം സന്ദർഭത്തിൽ സുന്നത്ത്. വയസ്കുത്ത ഹാല ഖുറൂജി ഖാരിജിൻ പുറപ്പെടുന്ന സന്ദർഭത്തിൽ മൗനം പാലിക്കലും സുന്നത്താണ്. വലൗ അൻ ഗൈരി ദിക്റിൻ ദിക്റല്ലാത്തതിനെ തൊട്ടാണെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ ദിക്റല്ലാത്ത മറ്റു വർത്തമാനങ്ങളാണെങ്കിലും മൗനം പാലിക്കൽ സുന്നത്താണ്. വഫീ ഗൈരി ഹാലിൽ ഖുറൂജി പുറപ്പെടുന്ന അവസ്ഥ അല്ലാത്ത സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജന സ്ഥലത്താണുള്ളത്, പുറപ്പെടുന്നൊന്നുമില്ല, അത്തരം സന്ദർഭങ്ങളിൽ മൗനം പാലിക്കൽ സുന്നത്താണ്. അൻ ദിക്റിൻ ദിക്റിനെ തൊട്ട് ആ സമയം ദിക്ർ ചെല്ലേണ്ടതില്ല. അത്തരം സന്ദർഭങ്ങളിൽ ദിക്ർ ചെല്ലാതിരിക്കണം, ദിക്ർ ചെല്ലേണ്ടതില്ല. അത്തരം സന്ദർഭങ്ങളിൽ വർത്താനം പറയാതിരിക്കൽ പ്രത്യേകം സുന്നത്തുള്ളതായി ഫത്ഹുൽ മഈൻ പറഞ്ഞിട്ടില്ല. ചില പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഔദ്യോഗിക അഭിപ്രായം എന്തായാലും അത്തരം സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജന സമയങ്ങളിലൊന്നും വർത്താനം പറയാതിരിക്കലാണ് ബുദ്ധി. അതായത് സുന്നത്തായിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇങ്ങനെയാണ്. വയസ്കുത്ത ഹാല ഖുറൂജി ഖാരിജിൻ പുറപ്പെടുന്ന സന്ദർഭത്തിൽ മൗനം പാലിക്കൽ സുന്നത്താണ്. വലൗ അൻ ഗൈരി ദിക്റിൻ ദിക്റല്ലാത്തതിനെ തൊട്ടാണെങ്കിലും വഫീ ഗൈരി ഹാലിൽ ഖുറൂജി പുറപ്പെടുന്ന സന്ദർഭമല്ലാത്തതിൽ സുന്നത്ത് മൗനം പാലിക്കൽ സുന്നത്താണ്. അൻ ദിക്റിൻ ദിക്റിനെ തൊട്ട്. വയബ്ഉദു അവൻ ജനങ്ങളിൽ നിന്നും അകലണം. മനുഷ്യന്മാർ കൂടിയിരിക്കുന്നിടത്ത് മലമൂത്ര വിസർജനം ചെയ്യരുത്. വയബ്ഉദു അവൻ അകലണം. ആ വയബ്ഉദു എന്ന് പറഞ്ഞ അടിസ്ഥാനപ്രകാരം നമ്മുടെ നാടുകളിലൊക്കെ ഒരു ടീം ബാത്തും ഒരു ടീം സെൻട്രൽ ഹാളിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്നു, മറ്റൊരാൾ മലമൂത്ര വിസർജനം ചെയ്യുന്നു. അത്തരം അതുപോലെ ജനങ്ങളുമായി അടുത്തുകൊണ്ടുള്ള മലമൂത്ര വിസർജനം എത്ര കണ്ട് പ്രോത്സാഹനജനകമാണെന്നറിയില്ല. ഓരോ അല്ലെ വയബ്ഉദു അകലണം. വയസ്തത്തിറ മറയലും സുന്നത്താണ്. വയബ്ഉദ ജനങ്ങളിൽ നിന്ന് അകലലും വയസ്തത്തിറ ജനങ്ങളെ തൊട്ട് മറയലും രണ്ടും സുന്നത്താണ്. മനസ്സിലായില്ല? അപ്പോ രണ്ടും പരിഗണിക്കേണ്ട വിഷയാന്നർത്ഥം. ജനങ്ങളിൽ നിന്ന് മറയണം, അതോടൊപ്പം ജനങ്ങളിൽ നിന്ന് അകലുകയും വേണം. ജനമധ്യത്തിൽ മലമൂത്ര വിസർജനം ടോയ്ലറ്റ് ആണെങ്കിലൊക്കെ
ആലോചിക്കേണ്ട വിഷയമാണ്. മറയലുണ്ടെങ്കിലും ബഈദാവുന്നില്ല എന്നൊരു പ്രശ്നം അവിടെയൊക്കെ ഉണ്ട്. സെൻട്രൽ ഹാളിൽ ആളുകൾ തിന്നാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഹാളിൽ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്, ഒരാൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി കയറി പോവാണ്. അങ്ങനെയൊക്കെയാണ് പൊതുവെ നമ്മുടെ അവസ്ഥ. ഏതായാലും അത് അകലൽ നല്ല കാര്യമാണ്. വയബ്ഉദ, മലമൂത്ര വിസർജന സമയത്ത് ജനങ്ങളിൽ നിന്ന് അകലൽ സുന്നത്താണ്. വയസ്തത്തിറ, ജനങ്ങളുടെ കണ്ണിൽ നിന്ന് മറയലും സുന്നത്താണ്. എന്ന് പറഞ്ഞാൽ ഔറത്ത് കാണിക്കുന്നതിനെ കുറിച്ചല്ല. ഔറത്ത് ഏതായാലും കാണിക്കാൻ പാടില്ല, ഒരിക്കലും പറ്റൂല. ഇതല്ല പറയുന്നത്. മൊത്തം കൂടുതൽ ജനങ്ങൾ കാണാത്ത രൂപത്തിലേക്ക് എന്ത് ചെയ്യണം, മറഞ്ഞിരിക്കലും സുന്നത്താണ്. അത് ഏകദേശം എല്ലായിടത്തും നിന്ന് ക്ലിയർ ആണ്. മറ്റേതാണ് അല്പം പ്രയാസമുള്ളത്. അതുപോലെ ആവശ്യം നിർവഹിക്കാതിരിക്കുക. പൊതുവെ മലമൂത്ര വിസർജനത്തിന് കിതാബുകളിലൊക്കെ പറയുന്ന പ്രയോഗം ഖലാഉൽ ഹാജത്ത്. ഹദീസിലൊക്കെ ഒരുപാട് ഹാജത്തിന് നിസ്കാരം എന്ന് പറയുന്നുണ്ട്. ഹാജത്ത് വിട്ടാനുള്ള നിസ്കാരം കുതുബിയത്തിന്റെ മുന്നിലൊക്കെ നിർവഹിക്കുന്ന അത്തരം നിസ്കാരത്തെ കുറിച്ചല്ല. ഖലാഉൽ ഹാജത്ത് എന്നൊരു പ്രയോഗമാണ് മലമൂത്ര വിസർജനം ചെയ്യുന്നതിനെ കുറിച്ചുള്ള പ്രയോഗമാണ്. ആവശ്യ നിർവഹണം, നമ്മൾ പ്രാഥമിക ആവശ്യങ്ങൾ എന്നൊക്കെ പറയുന്ന ചിലപ്പോതുപോലെ ഖലാഉൽ ഹാജത്ത് എന്ന് പറയും. അപ്പൊ അല്ലാ യഖ്ളിയ ഹാജത്തുഹു, അവന്റെ ആവശ്യം നിർവഹിക്കാതിരിക്കൽ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം നിർവഹിക്കാതിരിക്കലും സുന്നത്താണ്. ഈ മാഇൻ മുബാഹിൻ റാക്കിദിൻ, കെട്ടിനിൽക്കുന്ന ഹലാലായ വെള്ളത്തിൽ, കെട്ടിനിൽക്കുന്ന ഹലാലായ വെള്ളം വേറൊരാളെ വെള്ളമാണെങ്കിൽ ഏതായാലും പറ്റൂല, കാരണം അവൻ സമ്മതിക്കൂല. അതേസമയം നമ്മുടെ തന്നെ എന്നാൽ തന്നെ കെട്ടിനിൽക്കുന്ന ഹലാലായ വെള്ളത്തിലാണെങ്കിലും മൂത്രമൊഴിക്കാതിരിക്കൽ സുന്നത്താണ്. ഹലാലായ വെള്ളം എന്ന് പറയുന്നത് വേറെ വെള്ളം കിട്ടാനുണ്ട്, അവന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അതുപോലെ അല്ലെങ്കിൽ അവന്റെ ഉടമസ്ഥതയിലൊന്നല്ല, മറ്റു കുളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വുളു എടുക്കാൻ വേണ്ടിയൊക്കെ വഖഫ് ചെയ്യപ്പെട്ട വെള്ളമാണ്. അത്തരം വെള്ളമാണെങ്കിൽ പറ്റൂല. അല്ലാത്ത സാധാ രൂപത്തിലുള്ള വെള്ളം, ആ ഹലാലായ വെള്ളത്തിൽ തന്നെ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ ഖലാഉൽ ഹാജത്ത് ചെയ്യാതിരിക്കണം. മാലം യുസ്തബ്ഹർ, അത് ബഹർ പോലെ ആക്കപ്പെടാത്ത കാലത്തോളം. ഒരു വല്ലാതെ പുഴ പോലെ ധാരാളം വിശാലവും വീതിയൊക്കെ ഉള്ളതാണെങ്കിൽ കുഴപ്പമില്ല. ഒരു വലിയ കുളത്തിൽ വെച്ച് ഒരാൾ മൂത്രം വെച്ചെന്ന് കരുതിയൊന്നും പറ്റില്ല എന്നതുപോലെ മാലം യുസ്തബ്ഹർ, അത് ബഹർ പോലെ ആക്കപ്പെടാത്ത കാലത്തോളം. അല്ലാതെ കണ്ട് കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രം വഹിക്കാതിരിക്കൽ, മലമൂത്ര വിസർജനം നിർവഹിക്കാതിരിക്കലും സുന്നത്താണ്. ഒരാളുടെയും ഉടമസ്ഥതയിലില്ലാത്ത പരസ്പരം സംസാരിക്കാനിരിക്കുന്ന സ്ഥലത്തും മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കലാണ് സുന്നത്ത്. ആളുകളൊക്കെ ആളുകളൊക്കെ സംസാരിക്കാനും മറ്റൊക്കെ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ പോയി നമ്മൾ മൂത്രമൊഴിച്ചാൽ സ്വാഭാവികമായും നമ്മളെ അദ്ദേഹം വെറുക്കും. അവര് നമ്മളെ ലായനത്ത് ചെല്ലും. ഏത് ഹംക്കാണ്, ഏത് പഹയനാണെന്ന് ചോദിക്കും. നമ്മുടെ ശ്രീകണ്ഠപുരം എന്റെ നാട്ടിൽ ഖബറിസ്ഥാനിലേക്ക് കയറുന്നിടത്ത് വല്ലാതെ തടസ്സം വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തടസ്സം വെച്ചെന്താ വെച്ചാൽ ഖബറിന്റെ അടുത്തേക്ക് ആളുകൾ പോകുന്നില്ല, മറിച്ച് ചില ആളുകൾക്ക് അത്തരം സ്ഥലങ്ങളിൽ വെച്ച് മലമൂത്ര വിസർജനം നിർവഹിക്കാണ്. ചിലർക്ക് മൂത്രമൊഴിക്കാം ചെറിയത്, കാരണം വഴിയോരങ്ങളിൽ മൂത്രമൊഴിക്കാതെ ചില ആൾക്കാരുടെ ഒരു ദുസ്വഭാവം പലപ്പോഴും ചിലരൊക്കെ അങ്ങനെ കാണാറുണ്ട്, അല്ലെ? ഒരാളുടെയും ഉടമസ്ഥതയിലില്ലാത്ത സംസാരിച്ചിരിക്കുന്ന സ്ഥലത്തും മൂത്രമൊഴിക്കാതിരിക്കലാണ്, മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കലാണ് സുന്നത്ത്. വഴിയിലും ഹദീസ് തന്നെയുണ്ട്, ഇത്തഖുൽ ലആനൈൻ, ലഅനത്ത് ചെയ്യപ്പെടുന്ന രണ്ട് കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. ഒന്നിതാണ് ആളുകളൊക്കെ കൂടിയിരിക്കുന്ന സ്ഥലങ്ങളിലും അതുപോലെ വഴിയോരങ്ങളിലൊക്കെ മലമൂത്ര വിസർജനം ചെയ്യുന്നവരെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പ്രത്യേകമായി ഹദീസിലൊക്കെ കാണാം. ആ അടിസ്ഥാനത്തിൽ അതും ചെയ്യാതിരിക്കൽ സുന്നത്താണ് എന്ന് മാത്രമല്ല, വഖീല, ഒരഭിപ്രായമുണ്ട്, ഒരു ലൈഫായ അഭിപ്രായമുണ്ട്, യഹ്റുമു തഗവ്വുതു ഫീഹിമാ, ഇത്തരം സ്ഥലങ്ങളിൽ കാഷ്ടിക്കൽ ഹറാമന്യാണ്. മറ്റു ആളുകൾ സംസാരിക്കാനിരിക്കുന്ന സ്ഥലത്തും അതുപോലെ വഴിയോരങ്ങളിലുമൊക്കെ കാഷ്ടിക്കൽ ഹറാമാണെന്നൊരു അഭിപ്രായവും ഉണ്ട്. മനസ്സിലായല്ലോ? ഇനി വതഹത്ത മുസ്ലിമിന്റെ മിൽക്കിഹി, അവന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പഴം കായ്ക്കുന്ന വസ്തുവിന്റെ ചുവട്ടിലും മൂത്രമൊഴിക്കാതിരിക്കൽ സുന്നത്താണ്. വതഹത്ത മുസ്ലിമിന്റെ മിൽക്കിഹി, അവന്റെ ഉടമസ്ഥതയിലുള്ള പഴം കായ്ക്കുന്ന വസ്തുവിന്റെ വൃക്ഷത്തിന്റെ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിലും മലമൂത്ര വിസർജനം നിർവഹിക്കാതിരിക്കൽ സുന്നത്താണ്. ഔ മംലൂക്കിൻ, അല്ലെങ്കിൽ ഒരു ഉടമസ്ഥതയിലുള്ള മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള പഴം കായ്ക്കുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിലും. എങ്ങനെയുള്ള ഉടമസ്ഥതയിലുള്ള വസ്തുവാണ്? അലീമ, അവൻ അറിഞ്ഞിട്ടുണ്ട്, ബിലാ മാലിക്കിഹി, ഒരു മറ്റൊരാളുടെ മിൽക്കിലുള്ള വസ്തുവിന്റെ
മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള പഴം കായ്ക്കുന്ന മരമാണ്, ആ മരത്തിന്റെ ചുവട്ടിലും മൂത്രമൊഴിക്കാതിരിക്കൽ സുന്നത്താണ്. എങ്ങനെയുള്ള മംലൂക്കാണ്? അലിമ റിളാ മാലിക്കിഹി, ഉടമയാക്കപ്പെട്ട വസ്തു തന്നെയാണ്, എന്നാൽ അലിമ അവൻ മനസ്സിലാക്കിയിട്ടുണ്ട് റിളാ മാലിക്കി, അതിന്റെ ഉടമസ്ഥന്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ ഇത് എന്റെ ഒരു ചങ്ങാതിയുടെ തെങ്ങാണ്, ആ തെങ്ങിന്റെ ചുവട്ടിലാണ്, അല്ലെങ്കിൽ എന്റെ തെങ്ങായിയുടെ ഏതെങ്കിലും മാവാണ്, മരമാണ് ഒക്കെ, ഞാൻ അവിടെ മൂത്രമൊഴിക്കാം, പക്ഷെ ഞാൻ അവിടെ മൂത്രമൊഴിച്ചെന്ന് കരുതി എന്റെ ചങ്ങായിക്ക് പ്രശ്നമൊന്നും വരില്ല, എന്നാൽ അവിടെ മൂത്രമൊഴിക്കാതിരിക്കൽ സുന്നത്താണ്. എങ്കിൽ ഇല്ല, അങ്ങനെയല്ല, ഇവന്റെ പഴം കായ്ക്കുന്ന മരവുമല്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ പഴം കായ്ക്കുന്ന മരമാണ്, അവന് ഇഷ്ടവും ഉണ്ടാവില്ല, അങ്ങനെ വരികയാണെങ്കിൽ ഹറുമ, മലമൂത്ര വിസർജനം ചെയ്യൽ ഹറാമാണ്. ആരുടെ? മറ്റൊരാളുടെ ഉടമസ്ഥതയിലുള്ള പഴം കായ്ക്കുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിലോ, അല്ലെങ്കിൽ മറ്റൊരാളുടെ വൃക്ഷത്തിന്റെ ചുവട്ടിലാണ്, അവന്റെ തൃപ്തി ഇല്ല എങ്കിൽ ആ മലമൂത്ര വിസർജനം ഹറാമ് തന്നെയാണ്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പലപ്പോഴും ചിലപ്പോഴെങ്കിലും കടന്നു വന്നുകൂടായികയില്ല. വലാ യസ്തഖ്ബിലു ഐനൽ ഖിബ്ലതി വലാ യസ്തദ്ബിറുഹ, വലാ യസ്തഖ്ബിലൽ ഖിബ്ല വലാ യസ്തഖ്ബിലു ഐനൽ ഖിബ്ലതി, ഖിബ്ലയോട് മുന്നിടാതിരിക്കലും, വലാ യസ്തഖ്ബിലു ഖിബ്ലയോട്, ഖിബ്ലയുടെ ഐനിനോട് മുന്നിടാതിരിക്കലും സുന്നത്താണ്. വലാ യസ്തഖ്ബിലു ഐനൽ ഖിബ്ലതി, അല്ലെങ്കിൽ വലാ യസ്തഖ്ബിലു എന്ന് വായിക്കാം, വലാ യസ്തഖ്ബിലു വലാ യസ്തഖ്ബില ഐനൽ ഖിബ്ലതി കഅബത്തി, ഖിബ്ലതി ഖിബ്ലയുടെ ഐൻ എന്ന് പറഞ്ഞാൽ കഅബ, ഖിബ്ല എന്ന് പറഞ്ഞതിന്റെ അടുത്ത വസ്തു, അതിന്റെ മെയിൻ വസ്തു കഅബയാണ്. ഖിബ്ലയുടെ ജിഹത്തല്ല, ഖിബ്ലയുടെ വസ്തു ഖിബ്ല, അതായത് കഅബയോട് മുന്നിടാതിരിക്കൽ കറാഹത്താണ്, മുന്നിടാതിരിക്കൽ സുന്നത്താണ്. വലാ യസ്തദ്ബിറുഹ, കഅബയോട് പിന്നിടാതിരിക്കൽ, കഅബയെ മലമൂത്ര വിസർജനം ചെയ്യുന്നതിന് മുൻഭാഗത്തും ഖിബ്ലയുടെ കഅബ ഉണ്ടാവരുത്, പിൻഭാഗത്തും കഅബ ഉണ്ടാവാതിരിക്കൽ സുന്നത്താണ്. വയഹറുമാനി, എന്നാൽ ഖിബ്ലക്ക് മുന്നിടലും ഖിബ്ലക്ക് പിന്നിടലും ഹറാമാണ്. ഫീ ഗൈരിൽ മുഅദ്ദി, മലമൂത്ര വിസർജനത്തിന് വേണ്ടി തയ്യാറ് ചെയ്യപ്പെടാത്ത സ്ഥലത്ത്, വഹൈസു ലാ സാത്തിറ, മറയുമില്ലാത്ത സന്ദർഭത്തിൽ. മലമൂത്ര വിസർജനത്തിന് വേണ്ടി തയ്യാറ് ചെയ്യപ്പെട്ട സ്ഥലമല്ല, അതോടൊപ്പം ഇനി അല്ല മറയുമില്ല എങ്കിൽ അത് ഹറാമാകും എന്ന് പറയുന്നത് നേരെ ഖിബ്ലയുടെ ഭാഗത്ത്, ഖിബ്ലയുടെ കൃത്യമായ കണക്ക്, ഐനുൽ ഖിബ്ല, ഖിബ്ലയുടെ ഭാഗമല്ല, നമ്മൾ ഖിബ്ലയായി കണക്കാക്കുന്ന കൃത്യമായൊരു ഭാഗം ഉണ്ടാവല്ലോ, ആ ഭാഗത്തേക്ക് മുന്നിട്ടുകൊണ്ട് മൂത്രമൊഴിക്കൽ ഹറാമാണ്, മറയില്ലെങ്കിൽ. അതേസമയത്ത് മറയുണ്ട്, അല്ലെങ്കിൽ തയ്യാറ് ചെയ്യപ്പെട്ട സ്ഥലമാണ്, അത്തരം സ്ഥലങ്ങളിൽ ഹറാമ് വരൂല. വയഹറുമാനി, ഖിബ്ലക്ക് മുന്നിടലും പിന്നിടലും ഹറാമാകും. ഈ ഗൈരിൽ മുഅദ്ദി, തയ്യാറ് ചെയ്യപ്പെടാത്ത സ്ഥലത്ത്, വഹൈസു ലാ സാത്തിറ, മറയില്ലാത്ത സ്ഥലത്തും ഹറാമായി വരും. ഫലവിസ്തഖ്ബലഹാ ബിസദ്രിഹി, ഒരാൾ ഖിബ്ലയോട് മുന്നിട്ടു, ബിസദ്രിഹി അവന്റെ നെഞ്ചുകൊണ്ട്, ഫലവിസ്തഖ്ബലഹാ ബിസദ്രിഹി അവന്റെ നെഞ്ചുകൊണ്ട് അവൻ ഖിബ്ലക്ക് മുന്നിട്ടു. വഹവ്വല ഫർജഹു അൻഹാ, അവന്റെ ഗുഹ്യഭാഗത്തെ ഖിബ്ലയെ തൊട്ട് തെറ്റിക്കുകയും ചെയ്തു. ഇത് പറയാണ്, ഫലവിസ്തഖ്ബലഹാ ബിസദ്രിഹി, കഅബയോട് മുന്നിട്ടു, ബിസദ്രിഹി അവന്റെ നെഞ്ചുകൊണ്ട്. വഹവ്വല ഫർജഹു, അവന്റെ ഗുഹ്യഭാഗത്തെ തെറ്റിച്ചു, അൻഹാ ഏതിനെ തൊട്ട്? ഖിബ്ലയെ തൊട്ട്. സുമ്മ ബാല, എന്നിട്ട് മൂത്രമൊഴിച്ചാൽ ലം യദുറ, കുഴപ്പമില്ല. കാരണം എന്തുകൊണ്ട്? ഖിബ്ലയിലേക്ക് നേരെ മുന്നിടിച്ചിട്ടില്ല, ഗുഹ്യഭാഗം കൊണ്ട് ഇസ്തിഖ്ബാൽ, മലമൂത്ര വിസർജനം കൊണ്ട് മുന്നിടുക എന്ന പരിപാടി നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഇത് ഖിലാഫ് അക്സിഹി, നേരെ എതിര് കുഴപ്പമാണ്. നെഞ്ചു മുന്നിട്ടില്ല, ഗുഹ്യഭാഗം മുന്നിട്ടു, കുഴപ്പമാണ്. മനസ്സിലായല്ലോ? വലവിസ്തഖ്ബലഹാ ബിസദ്രിഹി, കഅബയോടൊരാൾ നെഞ്ചുകൊണ്ട് മുന്നിട്ടു. വഹവ്വല ഫർജഹു അൻഹാ, അവന്റെ ഗുഹ്യഭാഗം കഅബയെ തൊട്ട് തെറ്റിച്ചു. സുമ്മബാല, പിന്നെ മൂത്രമൊഴിച്ചു, എന്നാൽ ലം യദുറ, കുഴപ്പമില്ല. ബിഖിലാഫി അക്സിഹി, നേരെ എതിര് പാടില്ലാത്തതായ നിലയിൽ, എതിരെ ഉണ്ടായ ഹാലിൽ, അതിന്റെ എതിര് ഖിലാഫോട് കൂടിയായ ഹാൽ, എതിര് പറ്റൂല. അതായത് നേരെ തിരിച്ച് സദർ ഖിബ്ലയിലേക്ക് മുന്നിട്ടില്ല, ഫർജ് മുന്നിട്ടു, എന്നാൽ പ്രശ്നവുമാണ്. വലാ യസ്താക്ക, പല്ല് തേക്കാതിരിക്കലും സുന്നത്താണ്. വലാ യസ്താക്ക, പല്ല് തേക്കാതിരിക്കൽ സുന്നത്താണ്. വലാ യബ്സുക്ക, തുപ്പാതിരിക്കൽ സുന്നത്താണ്. ഈ ബൗലിഹി, തന്റെ മൂത്രത്തിൽ. ചിലക്ക് മൂത്രത്തിൽ തുപ്പുക, മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല്ല് തേക്കുക, ഈ ചിലക്കൊക്കെ ചിലർക്ക് ചെയ്യാറുണ്ട്. അത് ചെയ്യാതിരിക്കൽ സുന്നത്താണ്. വലാ യസ്താക്ക, പല്ല് തേക്കാതിരിക്കലും സുന്നത്താണ്. വലാ യബ്സുക്ക, തുപ്പാതിരിക്കലും സുന്നത്താണ്. ഈ ബൗലിഹി, അവന്റെ മൂത്രത്തിൽ.
വഅയ്യഖൂല ഇൻദ ദുഖൂലിഹി ഖലായിൽ പ്രവേശിക്കുമ്പോൾ അവൻ പറയലും സുന്നത്താണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബാഇസ് ബിസ്മില്ലാഹ് എന്നും ചില റിവായത്തുകളിലൊക്കെ കാണാം. ഏതായാലും നമ്മളൊക്കെ മദ്രസയൊക്കെ പഠിച്ചതാണ് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബാഇസ്. ആൺ പെൺ പിശാചുക്കളെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. ചില ആളുകളൊക്കെ ആൺ പെൺ കൊതുകുകൾ എന്നർത്ഥം വെച്ചവരുണ്ട്. അങ്ങനെ അർത്ഥം വെച്ചു, ആദ്യം അംഗീകരിച്ചു, പിന്നീട് അത് എതിർത്തു. അങ്ങനെ അതിന്റെയൊക്കെ പേരിൽ അടിപിടി കൂടി 8ഉം 18ഉം 16ഉം ഒക്കെ ആയി പ്രശ്നങ്ങളിൽ കഴിയുന്ന ആളുകളൊക്കെ നമുക്ക് ഓർമ്മയിൽ വരട്ടെ എന്ന് സാന്ദർഭികമായി പറയാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബാഇസ് വഖുറൂജിഹി വൽ ഖുറൂജ്. മലമൂത്ര വിസർജന സ്ഥലത്ത് നിന്ന് പുറപ്പെടുമ്പോൾ പറയൽ സുന്നത്താണ് ഗുഫ്റാനകൽ ഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നിൽ അദാ വആഫാനി. ഗുഫ്റാനക് അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. എന്റെ മലമൂത്ര വിസർജനം ചെയ്ത് തെറ്റായി പോയിന്നാണോ? അല്ല, മറിച്ച് പൂർണ്ണമായും നിന്നിലേക്ക് വഴിപ്പെടേണ്ട ഞാൻ അങ്ങനെ വഴിപ്പെടാൻ കഴിയുന്നവനല്ല. നീ എനിക്ക് ഓരോ സമയത്തും നിഅമത്തുകൾ ചെയ്യുമ്പോഴും നിന്നെ ഓർക്കാൻ പലപ്പോഴും എനിക്ക് കഴിയാറില്ല. ആ ഒരു അർത്ഥത്തിലൊക്കെ ഗുഫ്റാനക പടച്ചവനെ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. അല്ലാഹുമ്മ ഇന്നി അൽഹംദുലില്ലാഹ് അല്ലാഹുവേ നീ ചെയ്ത സ്തുതി വല്ലാത്ത കാര്യമാണ് നീ ചെയ്തത്, നിനക്ക് സ്തുതി. അല്ലദീ ഇങ്ങനെയുള്ള അല്ലാഹ് അദ്ഹബ അന്നിൽ അദാ എന്നെ തൊട്ട് ബുദ്ധിമുട്ട് നീക്കി തന്ന വആഫാനി എനിക്ക് സുഖം തന്ന. എന്റെ മലമൂത്ര വിസർജനം അവിടെ പിടിച്ചുപോയാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ചില ആളുകൾക്കൊക്കെ വല്ലാതെ പ്രയാസപ്പെടും. ചില ആളുകളൊന്നും വേണ്ട പോലെ ഭക്ഷണം കഴിക്കില്ല. കാരണം മലബന്ധമാണ്, മല തകരാറാണ്, എന്തൊക്കെ പ്രയാസം. അല്ലാഹു അത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമുക്ക് വേണ്ടപ്പെട്ടവരിലോ നമ്മളിലോ ഉണ്ടെങ്കിൽ അല്ലാഹു പരിഹരിച്ചു കൊടുക്കുമാറാവട്ടെ. ചിലർക്ക് മൂത്രം വഹിക്കണമെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ട്, ചിലർക്ക് മലബന്ധം, ഇങ്ങനെ എന്തൊക്കെയോ പ്രയാസങ്ങൾ. അല്ലാഹു നമ്മൾക്കൊക്കെ സലാമത്ത് പെരുമാറാവട്ടെ. വല്ലാതെ ആലോചിക്കേണ്ട വിഷയം. അത് നമ്മൾക്ക് ഹംദ് ഇങ്ങനെ കൃത്യമായി പറയുകയാണെങ്കിൽ അള്ളാഹുവിന്റെ മഹളായ ഫദ്ല് കൊണ്ട് നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കാൻ കഴിയും. മരിക്കുന്നത് വരെ സ്വന്തം മലമൂത്ര വിസർജനങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തരുമാറാവട്ടെ എന്ന് ഞാൻ സാന്ദർഭികമായി ദ്വാരക്കാം. കാരണം മറ്റുള്ളവർ നമുക്ക് അതിനുവേണ്ടി ഇടപെടേണ്ട ആവശ്യങ്ങളൊക്കെ സ്വാഭാവികമായി എത്ര ഉച്ചവരും എത്ര സ്നേഹമുള്ളവരായൊക്കെ അതൊക്കെ ഒരു വിഷമമുള്ള കാര്യമാണ്. നമ്മൾ ഈ ഹംദൊക്കെ നിലനിർത്തി അങ്ങനെ ഹംദുകൾ ചെയ്യുമ്പോൾ അങ്ങനെയാണ് അൽഹംദു അമാനുല്ലിനി അമ്മത്തിനും സവാലിഹാണ്. ഹംദ് നിഅമത്തുകൾ നീങ്ങിപ്പോകുന്നതോട് തടഞ്ഞു നിർത്തും, പ്രൊട്ടക്ട് ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നിൽ അദാ വആഫാനി എന്നെ തൊട്ട് ബുദ്ധിമുട്ട് നീക്കി തന്ന, എനിക്ക് സുഖം തന്ന അല്ലാഹുവേ നിനക്ക് സ്തുതി എന്ന് ദുആ ചെയ്യും. വബഅദൽ ഇസ്തിൻജാ ശുദ്ധീകരണ ശേഷം ദുആ ചെയ്യണം. അത് പുറത്തു വന്നിട്ട് തന്നെയാണ്. എന്താ ദുആ? അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖ് പടച്ചവനെ എന്റെ ഖൽബ് നിഫാഖിനെ തൊട്ട് നീ ശുദ്ധീകരിച്ചു തരണം. വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ് എന്റെ ഗുഹ്യഭാഗം തിന്മകളെ തൊട്ട് മോശമിത്തരങ്ങളെ തൊട്ട് സംരക്ഷിക്കണം. വല്ലാത്ത വളരെ പ്രധാനപ്പെട്ട ദുആയാണ്. വളരെ പ്രധാനപ്പെട്ട ദുആ ആണ് നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം എന്റെ മലമൂത്ര വിസർജനം പ്രകടമായ മാലിന്യം വന്നു പോയപ്പോൾ ആ പ്രകടമായ മാലിന്യത്തെ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കാൻ ഭാഗ്യം തന്ന അല്ലാഹുവേ തഹിർ ഖൽബി ഏറ്റവും പ്രധാനമായി എന്റെ മാലിന്യമുക്തമാവേണ്ട എന്റെ വിജയത്തിന് നിമിത്തമാകുന്ന എന്റെ ഹൃദയം, ആ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണമേ. മിനൽ നിഫാഖ് കാപട്യത്തിനെ തൊട്ട് ശുദ്ധീകരിക്കണേ അല്ലാഹ്. വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ് എന്റെ ഗുഹ്യഭാഗം, എന്റെ ഏറ്റവും ഗുഹ്യഭാഗത്തിന് മാലിന്യം പ്രകട മാലിന്യം വന്നപ്പോൾ എന്നാൽ പ്രത്യക്ഷ യഥാർത്ഥ മാലിന്യമായ ഫർജ് കൊണ്ട് യഥാർത്ഥ മാലിന്യമായ വ്യഭിചാരം അതുപോലെ മറ്റു തിന്മകളൊക്കെ വന്നു പോകുന്നതിന് തൊട്ട് എന്റെ ഗുഹ്യഭാഗത്ത് നീ സംരക്ഷിക്കണേ അല്ലാഹ്. ആത്മാർത്ഥമായി ചെയ്യേണ്ട ദുആകളാണ്. അല്ലാഹുമ്മ തഹിർ ഖൽബി മിനൻ നിഫാഖ് വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. അല്ലാഹു നമുക്കൊക്കെ അത്തരം സംരക്ഷണങ്ങൾ പെരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ റഹ്മർ റഹീം. ഏതായാലും അപ്പൊ അതും ചെല്ലുക. ഖാലൽ ബഗവി ഇമാം ബഗവി റഹിമഹുല്ലാഹ് പറഞ്ഞു ലൗ ശക്ക ബഅദൽ ഇസ്തിൻജാഇ ഹൽ ഗസല ദക്റഹു ലം തൽസംഹു ബിആദത്തുഹു. മലമൂത്ര വിസർജനൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിൻദ്വാരം മലദ്വാരമാണ് ശുദ്ധീകരിച്ചത്. ശുദ്ധീകരണക്കും കഴിഞ്ഞിട്ട് പിന്നെ സംശയം വരികയാണ് ഹൽ ഗസല ദക്റഹു ഞാൻ ഗുഹ്യഭാഗം മുൻഭാഗം ദക്ർ കഴുകിയോ എന്ന് സംശയിച്ചാൽ ലം തൽസംഹു ഇആദത്തുഹു അതിനെ മടക്കി കഴുകൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും മലദ്വാരം കഴുകും മുൻദ്വാരടക്കം കഴുകും എന്നാണല്ലോ സ്വാഭാവികം. കഴുകിയ ശേഷമായതുകൊണ്ട് അത് പരിഗണിക്കുന്നില്ല. അതുപോലെ തന്നെ വുളൂ എടുത്ത് കഴിഞ്ഞ ശേഷം എന്റെ കൈ കഴുകിയോ എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം? വുളൂ കഴിഞ്ഞതിന് ശേഷം എന്റെ കൈ ഞാൻ കഴുകിയിരുന്നോ എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം? വുളൂയിലൊന്നും ചെയ്യാനില്ലല്ലോ. ഉണ്ടോ? വുളൂയിലൊന്നും ചെയ്യാനില്ലല്ലോ. 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 വുളൂയി
എന്താ സുഹൃത്തുക്കളെ?
മടക്കേണ്ടതില്ല. നിയ്യത്തിൽ സംശയിച്ചാലോ? വുളു എടുത്തതിന് ശേഷം സംശയിക്കുന്നു, ഞാൻ നിയ്യത്ത് വെച്ചിനോ? എന്നാലോ വുളു എടുത്തതിന് ശേഷം ഞാൻ സംശയിക്കുന്നു, ഞാൻ നിയ്യത്ത് വെച്ചിരുന്നു, എന്നാലെന്താ? മടക്കേണ്ടതില്ല. ഇല്ല എന്ന് പറയാൻ ശരിയില്ല. നിയ്യത്ത് വെച്ചതിന് വുളു എടുത്തതിന് ശേഷം സംശയിക്കാണ്, ഞാൻ നിയ്യത്ത് വെച്ചിനോളിയും. നിയ്യത്തില്ലെങ്കിൽ സാധാരണ തന്നെ ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ സംശയിച്ചാൽ എന്താ ഹുക്കുമ്? മടക്കണ്ട, മടക്കണം. രണ്ടഭിപ്രായമല്ലോ പഠിച്ചോനെ, രണ്ടഭിപ്രായമല്ലോ. വുളു മടക്കണ്ട, അബ്ദുല്ലാ തന്നൂർ മടക്കണ്ട, ദുൽദുൽ മടക്കണ്ട, ബാബു സമദ് മടക്കണം എന്നാ പറയുന്നത്. ഒന്നെല്ലാരും കൂടി തീരുമാനമാക്കി നാളെ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. നാളത്തെ ക്ലാസ്സിൽ മടക്കണം എന്നാണെങ്കിൽ മടക്കണം എന്നതിന്റെ ഇൻഷാ അല്ലാഹ് ഫത്ഹുൽ മീൻ നമ്മൾ ഓതിയ ഭാഗം ഒന്ന് ആ ഭാഗം ടെക്സ്റ്റിലോ മറ്റോ അല്ലെങ്കിൽ കോപ്പിയോ നമ്മുടെ പഴയ ഭാഗമോ ഒന്ന് എടുത്തു നോക്കി ആ ഭാഗം ഒന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യണം എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ഓതിയ ഭാഗമാണല്ലോ, അതുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. ഒന്നുകിൽ നമ്മുടെ സൗണ്ട് അല്ലെങ്കിൽ നമുക്ക് ഫത്ഹുൽ മീനിന്റെ ആ ഭാഗം തന്നെ ഒന്ന് എടുത്തു നോക്കി ഇൻഷാ അല്ലാഹ് നാളെ തീരുമാനമാക്കാം. ഏതായാലും ക്ലാസ് തൽക്കാലം സമയം കുറച്ച് ദീർഘമായി, ഇന്നത്തെ പോലെ സൗകര്യം ഇല്ല, അല്പം കുറച്ച് ബിസി കോളേജിലുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയില്ല. എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ജാഫർ മണ്ണീർ സാഹിബൊന്നും ഇല്ലേ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് മൈക്കിൽ വന്നവരെ 2-3 മിനിറ്റോ കൂടുതൽ ടൈം ഇല്ല. അല്ലാതെ ക്ലാസ് തുടങ്ങി കൂടുതൽ ശബ്ദമൊക്കെ വല്ലാണ്ട് ഇടങ്ങാറാൻ തുടങ്ങി. എന്താ അറിയില്ല, ക്ലാസ് റൂമിൽ സംസാരിച്ചാൽ ശബ്ദം വല്ലാതെ പ്രയാസപ്പെടും. അതുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണം, ശബ്ദത്തിനൊക്കെ ആരോഗ്യം, ശബ്ദത്തിന്റെ പ്രയാസമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളോടൊക്കെ ആവശ്യപ്പെടുകയാണ്. ആരെങ്കിലും ഉണ്ടോ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാൻ? ആരും ഇല്ല എന്ന് തോന്നുന്നല്ലേ? സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് റൈസാൻഡ് അറിയാതെ ചെയ്തു പോകും. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. റഹ്മാൻ റഹീമായ അല്ലാഹു നമ്മുടെയൊക്കെ ഉദ്ദേശങ്ങളൊക്കെ അവൻ സഫലീകരിച്ചു തരുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അവൻ പരിഹരിച്ചു തരുമാറാവട്ടെ. നമ്മുടെ ഈ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, ഭാര്യ, സന്താനങ്ങൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് ദുആ ഏൽപ്പിച്ചവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കും പ്രത്യേകം നമ്മുടെ ക്ലാസ് റൂമിനൊക്കെ നേതൃത്വം നൽകുന്നവർ, അല്ലാഹു അവർക്കും അതിന്റെയൊക്കെ പ്രിയപ്പെട്ട പ്രവർത്തകർ, ഇതിന്റെ എല്ലാ നിമിഷങ്ങളെയും നോക്കി നിരീക്ഷിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഇതിന്റെ അഭ്യുദയകാംക്ഷികൾ, അല്ലാഹു അവർക്കും നമുക്കൊക്കെ എല്ലാ പാപങ്ങളും പുറത്തു തന്ന് അവന്റെ മുത്തഖീങ്ങളിൽ, അവന്റെ ഇബാദത്ത് സ്വാലിഹീങ്ങളിൽ നമ്മളൊക്കെ അല്ലാഹു എടുത്തുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ ജീവിച്ച് മരിക്കൽ ഖൈറാവുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമ്മളെയും വേണ്ടപ്പെട്ടവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ സബർ ചെയ്യാൻ, സബറിനൊന്നും കഴിയില്ലെങ്കിൽ അത്തരം പ്രയാസങ്ങളെപ്പെട്ടൊക്കെ അല്ലാഹു നമ്മളൊക്കെ കാത്ത് രക്ഷിക്കാൻ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വളരെ പ്രയാസപ്പെട്ട രോഗങ്ങളെ കൊണ്ട് കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ട, നമുക്ക് വേണ്ടപ്പെട്ട വളരെ പ്രിയപ്പെട്ട ആളുകളൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സോ അല്ലെങ്കിൽ സലാമത്തായ ഈമാൻ സലാമത്തിലായ മരണമോ അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെയൊക്കെ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അജീയരായ നേതാക്കൾ, അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുകയും നമുക്കൊക്കെ നേതൃത്വം നൽകാൻ ദീർഘകാലം അവർക്കൊക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അവരുടെ പിന്നിൽ നല്ല രൂപത്തിൽ പരിശുദ്ധ ദീനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കും അതുപോലെ മറ്റു കീഴഗണങ്ങൾക്കൊക്കെ വേണ്ടി നല്ല രൂപത്തിൽ പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അതിനെയൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നവരാരാണെങ്കിലും അവരെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും ദീനിന്റെ സേവനായ നമ്മളെ മുന്നിൽ ചെയ്യാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കൽ ഖൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ ജീവിച്ച് മരിക്കൽ ഖൈറാവുന്ന നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. ഒരു സുഹൃത്ത് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്റെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല, എന്നാലും സുഹൃത്ത് ചോദിച്ചതുകൊണ്ട് പറയാണ്. ശുദ്ധിയില്ലാത്ത സമയത്ത് സ്ത്രീകൾക്ക് സിയാറത്ത് ചെയ്യാമോ? മക്കാമിൽ പോവാൻ പറ്റുമോ? മക്കാമിൽ പോകുന്നതിന് ശുദ്ധി നിർബന്ധമൊന്നുമില്ല. സിയാറത്ത് സുന്നത്താണെങ്കിൽ അവർക്ക് മറച്ചു പെണ്ണ് പോവുകയാണെങ്കിൽ മെഹറമിന്റെ കൂടെ, പുറത്തേക്ക് പോവുകയാണെങ്കിൽ മെഹറമിന്റെ കൂടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ കൂടെയൊക്കെ പോവുകയാണെങ്കിൽ സുന്നത്ത് തന്നെ. പക്ഷെ അവിടെ വെച്ച് യാസീനൊന്നും ഓടാൻ പറ്റില്ല. കാരണം ഖുർആൻ എന്ന നിലയ്ക്ക് യാസീൻ ഓടാൻ കഴിയില്ല. പിന്നെ അവിടെ പോയി സ്വലാത്തും ദിക്റൊക്കെ ചൊല്ലി ആ മഹാന്മാരുടെ ഹദറത്തിൽ വെച്ച് ദുആ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടാവില്ല. അല്ലാതെ മക്കാമിൽ പോകുന്നതിന് പ്രത്യേകിച്ച് വിരോധമില്ല. ഇനി മക്കാമ് പള്ളിയായി വഖഫ് ചെയ്യപ്പെട്ടതോ പള്ളിയുടെ അകത്തോ ആണെങ്കിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല എന്ന് മനസ്സിലാക്കണമെന്ന് സുഹൃത്തിനോട് അറിയിക്കുന്നു.
വിഷയം മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലെ? സുഹൃത്ത് ചോദ്യത്തിന് ഉത്തരം മനസ്സിലായല്ലോ? മനസ്സിലായിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഞാൻ ഏതായാലും ചുരുക്കാണ്. എല്ലാവരും വസിയത്തോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.